എടാ, ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു തരം കൂട്ടിക്കെട്ട. വരുന്നയാള് നിന്നോടൊപ്പം പൊരുത്തപ്പെട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെയും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇല്ല മാവ, എന്റെ ജീവിതത്തിലേക്ക് പുറത്തുനിന്നൊരാൾ കയറി വന്ന ആദ്യം കുറച്ചു ദിവസം എല്ലാത്തിലോടും പൊരുത്തപ്പെടുന്നു എന്ന് അയാൾ അഭിനയിക്കും. എന്നിട്ട് കുറച്ചു നാൾ കഴിയുമ്പോൾ മോളോടങ്ങ് മോശമായിട്ട് പെരുമാറാനും തുടങ്ങും. മോളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരാളോട് പിന്നെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല. ശരി, എന്താ നീ ഒരു വിവാഹത്തിന് സമ്മതിക്കാത്തത്? അത് പറ. മോനെ നോക്കുന്ന എനിക്ക് ഉറപ്പുള്ള ഒരാള്, അമ്മയെ വേദനിപ്പിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാള്, നമ്മുടെ കുടുംബത്തിന് സ്വന്തം കുടുംബമായി കാണുമെന്ന് ഉറപ്പുള്ള ഒരാള്. അങ്ങനെ ഒരാൾ വരുമ്പോ അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കാം. തൽക്കാലം ഈ കാർത്തിക്കിന്റെ ആലോചന ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കിത്താ. അതിന്ന് ഒഴിവാക്കാൻ എന്താ? നീ തന്നെ എല്ലാം അവസാനിപ്പിച്ചല്ലോ. അവൻ ഇനി വഴി കണ്ടാ പോലും മിണ്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാള് ശത്രുവായിട്ട് ഉണ്ടായിക്കോട്ടെ അമ്മേ. ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ, ചില ശത്രുക്കള് നമ്മളെ വളരാൻ സഹായിക്കുമെന്ന്. മോളെ നോക്കൂന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാള്, അങ്ങനെ ഒരാളെ ഞാൻ കണ്ടെത്തട്ടെ. അപ്പോ ഞാൻ അമ്മാവനോട് പറയാം. അപ്പൊ വയസ്സായതിന്റെ മുഖം പല്ലു കൊടുത്തിട്ടുണ്ടോ? എന്താ? അല്ല, ഇന്ന് വന്ന പെൺകുട്ടിയോട് കുടുംബത്തോട് ഞാൻ എന്തുവാ പറയണ്ടേ? പറയേണ്ടത് നോ എന്നാ. അതെങ്ങനെയാ പറയേണ്ടതെന്ന് അമ്മാവന്റെ ചോയ്സ്. അമ്മാവൻ തലയിലെടുത്ത് വെച്ചതല്ലേ, അപ്പൊ അമ്മാവൻ തന്നെ അതങ്ങ് ചുമന്നോ. ശരി. മോളെ അച്ഛനെന്താ അവിടെ നോക്കി? ക്ഷമിക്കണം മോളെ, എൻ്റെ ഏട്ടൻ്റെ മോള് നിൽക്കുന്നു കരുതിയിട്ടാണ് ഞാൻ വിളിച്ചത്. അത് സാരില്ലെങ്കിലേ.
അതാരാ അച്ഛാ? നോക്കിയടാ, നിത്യമോളെ പോലെ തന്നെ ഇല്ലേ? അച്ഛൻ എവിടെ ചെന്നാലും അച്ഛൻ്റെ കണ്ണുകൾ അവളെ മാത്രമാണ് തേടുന്നത്. എത്ര കൊല്ലം അയച്ച അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. കണ്ടെത്താതെ പറ്റില്ല. അവളെ കണ്ടെത്തിയില്ലെങ്കിൽ, അവള് മനസ്സമാധാനത്തോടെ ജീവിക്കുന്നു ഉറപ്പുവരുത്തിയില്ലെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല. ഇക്കാലത്ത് മിസ്സിംഗ് ആയ ആളുകളെ കണ്ടുപിടിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് ചെയ്യാമെന്ന് പറഞ്ഞ അച്ഛൻ ഒരിക്കലും സമ്മതിക്കുന്നില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് മതിയച്ചാ അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അപ്പം അറിയാൻ പറ്റും. ഞാൻ തടഞ്ഞതിൻ്റെ കാരണം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ജീവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സുജാത അവളെയും കൊണ്ട് എവിടേക്ക് പോയിരിക്കുക. നമ്മൾ അവരെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വഴി അവന് ഗുണമുണ്ടാവുന്നതാവരുത്. അച്ഛൻ പറഞ്ഞത് ശരിയാ ശ്രുതി. അല്ലാതെ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ചേച്ചിയും സുജാത ആൻറ്റിയും എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചിരിക്കുകയാണെന്ന് സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റോ പത്രത്തിലെ ഒരു പരസ്യമോ മതി അവരുടെ സ്വസ്ഥത ഇല്ലാതാവാൻ. നമുക്ക് ശ്രമിക്കാം മക്കളെ. ഒരു കാര്യം ഉറപ്പാ, ഇത്രയും കാലം നമ്മളെ ഒന്ന് കാണാതെയോ വിളിക്കാതെയോ നിത്യമോൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത്രമാത്രം എൻ്റെ കുട്ടി സങ്കടപ്പെട്ടിട്ടുണ്ടാവും. വല്ലാത്തൊരവസ്ഥയായി പോയി നിത്യേച്ചേട. കൂടുതൽ നന്മ ചെയ്താൽ ദോഷമാണ് ഈശ്വരൻ കൂലിയായിട്ട് കൊടുക്കുന്നത്. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞോ? എന്നാ പോവാം. ദൈവം ഒരുക്കി കൊടുത്ത ഏതെങ്കിലും ഒരു തണല്ലേ എൻ്റെ മോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. വാ. അല്ല, ഇതിൽ അഡ്രസ് എഴുതാൻ പേന അവിടെ ഇതെന്ത് മര്യാദയാ? ഞാൻ ഈ പേന എടുക്കുന്ന താൻ കണ്ടതല്ലേ? ഇതിവിടെ ഇരുന്ന പേനയല്ലേ, ആരുടെ സ്വന്തമൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ എവിടെ പോയാലും അവിടെയൊക്കെ താനുണ്ടല്ലോ. താൻ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? അതെ, സ്വന്തം കാര്യത്തിൽ ഇത്തിരി വിശ്വാസവും അഭിമാനമൊക്കെ ഉള്ളത് നല്ലത് തന്നെയാ. പക്ഷേ ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ അങ്ങേ നോക്കിയാണ് നടക്കുന്നതെന്ന് വിചാരിച്ചു പോവരുത്. അതിനുള്ള പകിട്ടൊന്നും തനിക്കില്ല. ആ പേനയെന്നെ എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളത്. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ തെക്കും വഴക്കും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇയാൾക്ക് മാത്രമാണല്ലോ പണിയുള്ളത്. മര്യാദയ്ക്ക് പേന ഇങ്ങ് തരാനാ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ലേഡീസ് ഫസ്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? അതെങ്കിലും മാനിച്ചൂടെ? എന്ത് ലേഡീസ് ഫസ്റ്റ്? അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പോഴേ നിങ്ങൾ ഇക്വാലിറ്റിയും പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത്. ആണും പെണ്ണും ഒരുപോലെയാ, ഒരാൾക്കും പ്രത്യേകതയില്ല. അപ്പൊ രണ്ടു കൂട്ടരും സമമല്ലേ? ആ പേനയുണ്ടോ? ഞാൻ എഴുതി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യേ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോ. അങ്ങനെ ഇപ്പൊ താൻ എഴുതണ്ട, ഞാൻ എഴുതി തീർന്നിട്ട് താൻ എഴുതിയാ മതി. ഇനി തരാനല്ലേ പറഞ്ഞ? മര്യാദയ്ക്ക് വിടുന്നുണ്ടോ ഇത്? ഇത് വിടുന്ന പ്രശ്നമില്ല. എനിക്കൊന്നാമത് ഈ ജാട കാണിക്കുന്ന പെണ്ണുങ്ങളെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഓഹോ, പുരുഷന്മാർക്ക് ജാടയാവല്ലേ? അതിന് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എന്ത് ബഹളായത്? ഇത് ഞാൻ ഒടിച്ചു കളഞ്ഞാലും ശരി, എന്നെക്കാളും മുമ്പ് താൻ ഇതുകൊണ്ട് എഴുതില്ല. ഞാൻ എഴുതിപ്പിക്കത്തൂല്ല. വിടും.
എന്തിനാ കുട്ടി ബേളം വെക്കുന്നേ? പേന ഞാൻ തരാം. അതെന്തിനാ എനിക്ക് തരുന്നേ? ഇയാൾക്ക് കൊടുത്തൂടെ? എനിക്ക് വേണ്ട. ഞാൻ ഈ പേന കൊണ്ടേ എഴുതുന്നുള്ളൂ. അതെ, ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾക്കാർക്ക് നിങ്ങളുടെ തർക്കം സഹിക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ രണ്ടുപേരും ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ കത്ത് പോസ്റ്റ് ചെയ്യണമെങ്കിലേ ആർക്കാ വേണ്ടെന്ന് വെച്ച് ഇത് വാങ്ങിച്ചോ. ഇയാളുടെ മുരട്ടെ തരുന്നതിന് ജയിക്കട്ടെ. അഹങ്കാരത്തിന് അടി കിട്ടുമ്പോ മറ്റുള്ളവരെ കുറ്റം പറയാനൊക്കെ തോന്നും. രണ്ടാൾക്കും ഒരുപാട് ലോകവിവരങ്ങൾ അറിയാം, സംസാരിക്കാനും അറിയാം. പക്ഷേ ഒരു പേന കൈ കരുതാനുള്ള ബോധമില്ലല്ലേ? അരികെ ആരോ മൂളിയോ, നീ എനിക്കുള്ളതാണെന്നറിഞ്ഞവോ, കനവേ കാറ്റായി എന്റെ കൂടേറിയോ, തൂവലാൽ എന്റെ ചാരെ വന്നതാരേ, ഇഴനെയും ഈ ജീവയാനം ഇനിയെന്നും നീ എന്റെ ലോകം നിലച്ചിരുന്നു. ഈരന്നിലാവിൻ താരങ്ങളായി നാം തിരിനീട്ടും മാംഗല്യദീപം ഇനിമൂളും രാവിന്റെ നാളം നീ തൊടും നേരമെൻ മായാമാനസം പൂവിടും. അഹങ്കാരി. വല്ലതും പറഞ്ഞോ? ഇല്ല, ഞാനൊന്ന് പ്രാർത്ഥിച്ചതാ. ഞാനിതേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് എഴുതുന്ന കഥ. ദുശകുനങ്ങളൊന്നും ഇതിൽ തട്ടരുതേ എന്ന് പ്രാർത്ഥിക്കണമല്ലോ. തന്നെ കണ്ടതിന്റെ ദോഷം അതിൽ പറ്റരുതെന്ന് പ്രാർത്ഥിച്ചിട്ടാ ഞാനും കത്ത് പോസ്റ്റ് ചെയ്തത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കുള്ള കത്താണത്. ഓ, പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാള്.
മനു, നീ ഇതെന്താ ഓർത്തോണ്ടിരിക്കുന്നെ? ഇതെനിക്ക് ജ്യോതി തന്നതാ. മറക്കാൻ ശ്രമിച്ചാലും ഇതെപ്പോഴും എനിക്ക് ചിലത് തന്നുകൊണ്ടിരിക്കും. നമ്മൾ തിരക്കാതിരുന്നിട്ടല്ലല്ലോടാ നിന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് നീയും കുറെ അന്വേഷിച്ചതല്ലേ? പക്ഷേ വർഷം കുറേയായി. ചിലപ്പോ നമ്മളെ മറന്നിട്ടുണ്ടാവും, അല്ലേ ചേച്ചി? ആ, മിനിസ്റ്ററുടെ മീറ്റിംഗിന്റെ കാര്യം ഓർമ്മിപ്പിക്കാൻ ആ കോൺസ്റ്റബിൾ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഇറങ്ങാം. ഓക്കെ. മനു, അങ്കിൾ. സാറ, വീട്ടിൽ ആരും ഇല്ലല്ലോ. കുറെ ദിവസമായിട്ട് പൂട്ടിക്കിടക്കുന്നത് പോലെ ചപ്പും ചവറും ഒക്കെ. അവരൊക്കെ എവിടെ? അത് അപ്പോ അങ്കിളൊന്നും അറിഞ്ഞില്ലേ? എന്താ? അങ്കിൾ അകത്തേക്ക് കയറി വാ. വാ. അങ്കിളിരിക്കെ. അങ്കിൾ പറയുന്നത് ഇത്രയും വർഷമായിട്ട് നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റും ഇല്ലെന്നാണോ? അതെങ്ങനെ പോസിബിൾ ആവും? മനു ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ സബ് കളക്ടർ. ശരി. അരുണാചലിലെ ചൈനയുടെ കടന്നു കയറ്റമൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അന്ന് ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ നിന്ന് കുറച്ചുപേരെ തടവുകാരായിട്ട് പിടിച്ചുകൊണ്ട് പോയി. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടുപോയി. ദിവസങ്ങൾ അറിയില്ല, വർഷങ്ങൾ പോയതറിഞ്ഞില്ല. ഏതോ തടവറയിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് പോലും അറിയാതെ ഞാൻ അവിടെ തനിച്ചായിപ്പോയി. ഐ നോ അങ്കിൾ. ലാസ്റ്റ് മന്ത് കേന്ദ്ര സർക്കാർ ചൈനീസ് ഗവൺമെൻറ്റുമായി ഒരു മധ്യസ്ഥ ശ്രമം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാ പുറത്തുവിട്ടത്. സുജാതയും മക്കളും എന്നെ ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവും. അവരെവിടെയാ സാറാ? അവരെനിക്ക് എത്രയും പെട്ടെന്ന് കാണണം. സോറി അങ്കിൾ, അവരെവിടെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. അങ്കിൾ പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ
കഴിയാവുന്ന എല്ലാ മാർഗത്തിലും ഞങ്ങൾ അവരെ തിരക്കി. പക്ഷേ കണ്ടെത്താനായില്ല. അങ്കിൾ, ഇങ്ങനൊരു വാർത്ത കേൾക്കാനായിരുന്നെങ്കിൽ എനിക്ക് മോചനം വേണ്ടായിരുന്നു. ഞാനിനി എവിടെ ചെന്ന് തിരക്കോ അവരെ?